ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണപരമാത്മനേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ സുമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ 61-ാമത്തെ ദശകത്തിൽ 1 തൊട്ട് 5 വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കാൻ പോകുന്നത്. യജ്ഞ പത്നി ഉദ്ധാരണ വർണ്ണനം, അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. യജ്ഞ പത്ന്യു ഉദ്ധാരണ വർണ്ണനം, അതാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. തദച്ച വൃന്ദാവനതോദിദൂരതോ വനം ഗതസ്ത്വം ഗലഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തധരദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. തദച്ച വൃന്ദാവനതോദിദൂരതോ വനം ഗതസ്ത്വം ഗലഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തധരദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. തദച്ച വൃന്ദാവനതോദിദൂരതോ വനംഗതസ്ത്വം ഖലുഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തധരദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹന്. അനന്തരം ഏറ്റവും ഭക്തകളായ വിപ്രസ്ത്രീകളെ അനുഗ്രഹിപ്പിക്കാനുള്ള ആഗ്രഹത്തെ മനസ്സിൽ വഹിച്ചുകൊണ്ട് നിന്തിരുവടി ഗോപന്മാരോടും പശുക്കൂട്ടങ്ങളോടും കൂടി വൃന്ദാവനത്തിൽ നിന്നും വളരെ ദൂരത്തിലുള്ള ഒരു കാട്ടിലേക്ക് എഴുന്നള്ളുകയുണ്ടായല്ലോ. അനന്തരം ഏറ്റവും ഭക്തകളായ വിപ്രസ്ത്രീകളെ, ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിപ്പിക്കുന്നുള്ള ആഗ്രഹത്തെ മനസ്സിൽ വഹിച്ചുകൊണ്ട് നിന്തിരുവടി ഗോപന്മാരോടും പശുക്കൂട്ടങ്ങളോടും കൂടി വൃന്ദാവനത്തിൽ നിന്നും വളരെ ദൂരത്തിലുള്ള ഒരു കാട്ടിലേക്ക് എഴുന്നള്ളുകയുണ്ടായല്ലോ. ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ചെന്നു എന്നാണ് പറയുന്നത്. തതോ നിരീക്ഷ്യ ചരണേ വനാന്തരേ കിശോരലോകം ശുദ്ധിതം തൃശാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വിസർജയോ ദീദിവ്യാചനായ താൻ. തതോ നിരീക്ഷ്യ ചരണേ വനാന്തരേ കിശോരലോകം ശുദ്ധിതം തൃശാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വിസർജയോ ദിദിവ്യാചനായ താൻ. തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ശുദ്ധിതം തൃശാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വിസർജയോ ദിദിവ്യാചനായ താൻ. അനന്തരം നിന്തിരുവടി മനുഷ്യവാസമില്ലാത്തതായ ആ വനപ്രദേശത്തിൽ ഗോപബാലന്മാരെ വിശപ്പുള്ളവരായി ദാഹം കൊണ്ട് വലഞ്ഞിരിക്കുന്നവരായി കണ്ടിട്ട് അധികം ദൂരത്തല്ലാത്ത യാഗാനുഷ്ഠാന നിരതരായി കഴിയുന്ന ബ്രാഹ്മണന്മാരുടെ അടുത്തേക്ക് അന്നം യാചിക്കുന്നതിനായി അവരെ പറഞ്ഞയച്ചു. അനന്തരം നിന്തിരുവടി മനുഷ്യവാസമില്ലാത്തതായ ആ വനപ്രദേശത്തിൽ ഗോപബാലന്മാരെ വിശപ്പുള്ളവരായി ദാഹം കൊണ്ട് വലഞ്ഞിരിക്കുന്നവരായി കണ്ടിട്ട് അധികം ദൂരത്തല്ലാത്ത യാഗാനുഷ്ഠാന നിരതരായി കഴിയുന്ന ബ്രാഹ്മണന്മാരുടെ അടുത്തേക്ക് ചെന്ന് അന്നം യാചിക്കുന്നതിനായി അവരെ പറഞ്ഞയച്ചു. 3-ാമത്തെ ശ്ലോകം. ഗതേഷ്വതോത്വേഷഭിദായ തേഭിദാം കുമാരഘോഷോ ധനയാചുഷു പ്രഭോ ശ്രുതിസ്ഥിര അപ്യഭി അനുന്യുരശ്രുതിം ന കിഞ്ചിദ് ഉജുശ്ച മഹീസുരോത്തമ. ഗതേഷ്വതോ തേഷഭിദായ തേഭിദാം ഓദനയാജുഷു പ്രഭോ കുമാരകേഷു ഓദനയാജുഷു പ്രഭോ ഗതേഷു ദോ തേഷഭിദായ തേഭിദാം കുമാരകാഃ യേഷു ഉദനായചുഷു പ്രഭോ ഗതേഷു അദോ തേഷഭിദായ തേഭിദാം കുമാരകേഷു ഓദന യാജുഷു പ്രഭോ ഗതേഷ്വദ തേഷഭിദായ തേഭിദാം ഗതേഷ്വദോ തേഷഭിദായ തേഭിദാം കുമാരകേഷു ഓദന യാജുഷു പ്രഭോ കുമാരകേഷു ഓദന യാജുഷു പ്രഭോ ഗതേഷ്വദോ തേഷഭിദായ തേഭിദാം കുമാരകേഷു ഓദന യാജുഷു പ്രഭോ ശ്രുതിസ്ഥിര അഭിനിന്യുഃ ശ്രുതിസ്ഥിര അനിന്യുഃ അശ്രിതം അഭിനിന്യുഃ.
गदेषु दोतेषभिधाय तेभिधां कुमारुकेषु ओदनाय याचुषु प्रभो श्रुतिस्थिरा अभिमिन्युः अश्रुतिं न किञ्चित् ऊजुः च महीसुरोत्तमः गदेषु दोतेषभिधाय तेभिधां कुमारिकेषु ओदनाय याजुषु प्रभो श्रुतिस्थिरा अभिनिन्युः अश्रुतिं न किञ्चित् ऊजुः च महीसुरोत्तमाः गदेषु दोतेषभिधाय तेभिधां कुमारकेषु ओदनाय याजुषु प्रभो श्रुतिस्थिरा अभिनिन्युः अश्रुतिं न कचित् ऊजुश्च महीसुरोत्तमः न किञ्चित् ऊजुः च महीसुरोत्तमः गदेषु दोतेषभिधाय तेभिधां कुमारकेषु ओदनाय याजुषु प्रभो श्रुतिस्थिरा अभिनिन्युः अश्रुतिं न किञ्चित् ऊजुः च महीसुरोत्तमः गदेषु दोतेषभिधाय तेभिधां कुमारकेषु ओदनाय याजुषु प्रभो श्रुतिस्थिरा अभिनिन्युः अश्रुतिं न किञ्चित् ऊजुश्च महीसुरोत्तमः. സർവേശ്വര അനന്തരം അവിടെ ചെന്ന് ചേർന്ന ബാലന്മാർ അങ്ങേരുടെ പേര് പറഞ്ഞുകൊണ്ട് അന്നം യാചിക്കവേ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ശ്രുതിസ്ഥിരതയുണ്ടായിരുന്നിട്ട് കേട്ടില്ലെന്ന് ഭാവം നടിച്ചു, യാതൊന്നും പറയുകയും ഉണ്ടായില്ല. സർവേശ്വര അനന്തരം അവിടെ ചെന്ന് ചേർന്ന ആ ബാലന്മാർ അങ്ങയുടെ പേരും പറഞ്ഞുകൊണ്ട് അന്നം യാചിക്കവേ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ശ്രുതിസ്ഥിരതയുണ്ടായിരുന്നിട്ടും കേട്ടില്ലെന്ന് ഭാവം നടിച്ചു, യാതൊന്നും പറയുകയും ഉണ്ടായില്ല. നാലാമത്തെ ശ്ലോകം. അനാദരാത് ഖിന്നതിയോ ഹി ബാലകാഃ സമായയോർയുക്തമിദം ഹി യജുസുഃ ചിരാദഭക്താഃ ഗലുതേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയിതൈ സമർപ്യത്തെ. അനാദരാത് ഖിന്നതിയോ ഹി ബാലകാഃ സമായയോർയുക്തമിദം ഹി യജുസുഃ ചിരാദഭക്താഃ ഗലുതേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയിതൈ സമർപ്യത്തെ. അനാദരാത് ഖിന്നതിയോ ഹി ബാലകാഃ സമായയോർയുക്തമിദം ഹി യജ്ജുസു ചിരാദഭക്താ ഗലുതേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയിതൈ സമർപ്യത്തെ. അനാദരാത് ഖിന്നതിയോ ഹി ബാലകാഃ സമായയോർയുക്തമിദം ഹി യജ്ജുസു ചിരാദഭക്താ ഗലുതേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയിതൈ സമർപ്യത്തെ. അനാദരാത് ഖിന്നതിയോ ഹി ബാലകാഃ സമായയോർയുക്തമിദം ഹി യജ്ജുസു ചിരാദഭക്താഃ ഖലുതേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയിതൈ സമർപ്യത്തെ. ആ കുട്ടികൾ ആദരവ് ലഭിക്കായികയാൽ ഇച്ഛാഭംഗത്തോടു കൂടി തന്നെ തിരിച്ചു വന്നു. യാഗകർമ്മം അനുഷ്ഠിക്കുന്നവരിൽ ഇത് യോജിച്ചത് തന്നെയാണ്. ആ മഹാബ്രാഹ്മണന്മാർ വളരെ കാലമായിട്ടും അങ്ങയിൽ ഭക്തി സംഭവിക്കാത്തവരാണല്ലോ. അവരാൽ അങ്ങയിൽ അന്നം സമർപ്പിക്കപ്പെടുന്നതെങ്ങനെ? ആ കുട്ടികൾ ആദരവ് ലഭിക്കായികയാൽ ഇച്ഛാഭംഗത്തോടു കൂടി തന്നെ തിരിച്ചു വന്നു. യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിൽ അത് യോജിച്ചത് തന്നെയാണ്. ആ മഹാബ്രാഹ്മണന്മാർ വളരെ കാലമായിട്ടും അങ്ങയിൽ ഭക്തി സംഭവിക്കാത്തവരാണല്ലോ. അവരാൽ അങ്ങയിൽ അന്നം സമർപ്പിക്കപ്പെടുന്നത് എങ്ങനെ? ഭക്തിയെ വന്നിട്ടില്ല, എത്രയും യാഗം ചെയ്താലും പിന്നെ എങ്ങനെയാണ് അങ്ങേർക്ക് അവർ അന്നം സമർപ്പിക്കുന്നത്? നിബാലയധ്വം ഗൃഹിണീജനായ മാം ദിശേയു അന്നം കരുണാകുലായിമ ഇതി സ്മിതാർത്ഥം ഭവതേരിതാഗതാ തേ ധാരകാധാരജനം യയാചിതേ. നിവേദയധ്വം ഗൃഹിണീജനായ മാം ദിശേഹു അന്നം കരുണാകുലായിമാഃ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാഃ തേ ധാരകാഃ ധാരജനം യയാചിതേ. നിവേദയധ്വം ഗൃഹിണീജനായ മാം ദിശേഹു അന്നം കരുണാകുലായിമാഃ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാഃ തേ ധാരകാധാരജനം യയാചിതേ. നിവേദയധ്വം ഗൃഹിണീജനായ മാം ദിശേഹു അന്നം കരുണാകുലായിമാഃ ഇതി സ്മിതാർത്ഥം ഭവതേരിതാഗതാഃ തേ ധാരകാഃ ധാരജനം യയാചിതേ. വിപ്രപത്നിമാരോടുകൂടി ഞാൻ പറഞ്ഞയച്ചായി അറിയിക്കുവാൻ ദയാശീലരായ ഇവർ ഭക്ഷണം നൽകുന്നതാണ്. ബ്രാഹ്മണന്മാർ ഭക്ഷണം നൽകിയില്ല. അപ്പോൾ ബ്രാഹ്മണരുടെ ഭാര്യമാരോട് പോയി പറയാൻ പറഞ്ഞു. വിപ്രപത്നിമാരോട് ഞാൻ പറഞ്ഞയച്ചായത് അറിയിക്കുവാൻ ദയാശീലരായ ഇവർ ഭക്ഷണം നൽകുന്നതാണ് എന്നിങ്ങനെ മന്ദസ്മിതം തൂകിക്കൊണ്ട് അങ്ങയാൽ അരുളി ചെയ്യപ്പെട്ടതനുസരിച്ച് ആ കുട്ടികൾ വീണ്ടും ചെന്ന് ബ്രാഹ്മണ പത്നിമാരോട് അന്നം യാചിച്ചു. വിപ്രപത്നിമാരോട് ഞാൻ പറഞ്ഞയച്ചായി അറിയിക്കുവാൻ ദയാശീലരായ ഇവർ ഭക്ഷണം നൽകുന്നതാണ് എന്നിങ്ങനെ മന്ദസ്മിതം തൂകിക്കൊണ്ട് അങ്ങയാൽ അരുളി ചെയ്യപ്പെട്ടതനുസരിച്ച് ആ കുട്ടികൾ വീണ്ടും ചെന്ന് ബ്രാഹ്മണ പത്നിമാരോട് അന്നം യാചിച്ചു.
ഇന്നിക്ക് വായിച്ച 5 ശ്ലോകങ്ങൾ. 61-ാമത്തെ ദശകം 1 തൊട്ട് 5 വരെ യജ്വപത്നി ഉദ്ധാരണ വർണ്ണനം. യജ്വപത്നി ഉദ്ധാരണ വർണ്ണനം. തതച്ച വൃന്ദാവനതോതി ദൂരതോ വനംഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തധരദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുദിതം ദൃശാകുലം അദൂരതോ യജ്ഞപരാന്തുജാൻ പ്രതി വിസർജയോദിതി വ്യാചനായ താൻ ഗതേഷു ദോതേഷഭിധായതേഭിധാം കുമാരകേഷു ഉദനായ ചാശുഷു പ്രഭോ ഉദാന ആജുഷ പ്രഭോ ശ്രുതിസ്ഥിര അഭിനന്യുഃ അശ്രുതിം ന കിഞ്ചിത് ഊചുഃ ച മഹീസുരോത്തമാഃ അനാദരാത് ഖിന്നധിയോ ഹി ബാലകാഃ സമായയോർയുക്തമിദം ഹി യജ്ജസു ചിരാദഭക്ത ഗലിതേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്പിതേ നിബോധയത്വം ഗൃഹിണീ ജനായ മാം ദിശയുഃ അന്നം കരുണാകുലായിമ യതി സ്മിതാർത്രം ഭവതേരിതാഗതാ തേദാരകാധാരജനം യയാചിതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.